വെൽക്കം ബാക്ക് ടു വിദ്യാനദി. അപ്പോൾ SCERTയുടെ അടുത്ത പാർട്ടാണ് ജീവൻ്റെ ജനിതകം പാർട്ട് 3. ഓൾറെഡി രണ്ട് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കൂ. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് പൂന്തോട്ടത്തിലെ ജനിതകശാസ്ത്രം വരെയായിരുന്നു. ഇന്ന് മുതൽ തുടങ്ങുന്നത് മെൻഡലിസത്തിൻ്റെ പരീക്ഷണങ്ങളാണ്. മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്സ് അവിടെ മുതലാണ് തുടങ്ങാനുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് തന്നെ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മെൻഡലിസത്തിൻ്റെ പരീക്ഷണങ്ങൾ. മെൻഡൽ ആദ്യം ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് വർഗസങ്കരണ പരീക്ഷണം നടത്തിയത്. ഇത് മോണോഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു. ഉയരം എന്ന സ്വഭാവത്തെ പരിഗണിച്ച് നടത്തിയ വർഗസങ്കരണ പരീക്ഷണം ചിത്രീകരണം 1:9 നൽകിയിരിക്കുന്നു. ഇത് സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് നിഗമനം രൂപീകരിക്കും. അപ്പം മെൻഡൽ ആദ്യം വർഗസങ്കരണ പരീക്ഷണം നടത്തിയ ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ച ക്രോസ് അറിയപ്പെടുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ്. സ്വഭാവം, ഉയരം, ഗുണങ്ങൾ, ഉയരക്കൂടുതൽ, ഉയരക്കുറവ്. ഒന്നാം തലമുറയിൽ പ്രകടമായത്, ഈ പിക്ചറിൽ നോക്കാം. ഒന്നാം തലമുറയിൽ പ്രകടമായത് ഉയരക്കൂടുതൽ എന്ന ഗുണവും മറഞ്ഞിരുന്നത് ഉയരക്കുറവ് എന്ന ഗുണവും. ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വിത്തിനുള്ളിൽ ഉണ്ടാകാമെന്ന് മെൻഡൽ ഊഹിച്ചു. ഒന്നാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കി രണ്ടാം തലമുറ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചത് ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് കണ്ടെത്താനാണ്. ഒന്നാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കി രണ്ടാം തലമുറ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചത് എന്താണ്? ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് കണ്ടെത്താൻ. രണ്ടാം തലമുറയിൽ ഉൽപ്പാദിപ്പിച്ച 1064 ചെടികളിൽ 787 ഉയരം കൂടിയവയും 277 ഉയരം കുറഞ്ഞവയുമായിരുന്നു. പയർ ചെടിയിൽ മറ്റ് വ്യത്യസ്ത സ്വഭാവങ്ങളുടെ വിപരീത ഗുണങ്ങൾ അടിസ്ഥാനമാക്കി വർഗസങ്കരണ പരീക്ഷണം നടത്തിയപ്പോഴും ആദ്യ പരീക്ഷണത്തിന് സമാനമായ ഫലമാണ് മെൻഡലിസിന് ലഭിച്ചത്. ഘടകങ്ങൾ. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണ് എന്ന് ഗ്രിഗർ മെൻഡൽ അനുമാനിച്ചു. ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് മെൻഡലിസത്തിന്റെ കാലഘട്ടത്തിന് ശേഷമാണ്. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാകും. ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ അലീലുകൾ എന്ന് വിളിക്കുന്നു. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാകും. ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ അലീലുകൾ എന്ന് വിളിക്കുന്നു. സാധാരണയായി ഒരു ജീനിന് 2 അലീലുകളാണ് ഉള്ളത്. ചിത്രീകരണം 1:9 വർഗസങ്കരണത്തിൽ ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്ത അലീലുകളാണ് TT എന്നിവ. T എന്ന അലീൽ ഉയരക്കൂടിയതിനെയും സ്മോൾ t എന്ന അലീൽ ഉയരക്കുറവിനെയും സൂചിപ്പിക്കുന്നു. ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകടരൂപത്തെ ഫീനോടൈപ്പ് എന്നും ഇതിനു കാരണമായ ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്നും പറയുന്നു. ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകടരൂപത്തെ ഫീനോടൈപ്പ് എന്നും ഇതിനു കാരണമായ ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്നും പറയുന്നു. ഇത് ജീവിയുടെ DNA-യിൽ അടങ്ങിയിരിക്കുന്ന ജീനുകളുടെ സംയോജനമാണ്. സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വർഗസങ്കരണ പരീക്ഷണം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ചിത്രീകരിക്കുന്നത് നിരീക്ഷിക്കൂ.
ഇത് പൂർത്തീകരിച്ച് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും. ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്നാം തലയുടെ സ്വരമാണ്, സെൽഫ് പോളിനേഷനാണ് ആദ്യം കൊടുത്തേക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് മോണോ ഹൈബ്രിഡ് ക്രോസ് പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 1-ാം തലമുറയുടെ സ്വപരാഗണമാണ് ആദ്യം കൊടുത്തേക്കുന്നത്. ഉയരം കൂടിയത് 2 ലാർജ് ടി, ഉയരം കുറഞ്ഞത് 2 സ്മോൾ ടി. അപ്പം അതിന് ഉയരം കൂടിയതിന് ലാർജ് ടിയും ഉയരം കുറഞ്ഞതിനെ സ്മോൾ ടി ആയിട്ട് പരിഗണിക്കുമ്പോൾ ഉയരം കൂടിയത് ആദ്യത്തെ ടി ലാർജ് ടി ആണെങ്കിൽ അതിന് ഉയരം കൂടിയതും, ആദ്യത്തെ ടി സ്മോൾ ആണെങ്കിൽ അതിനെ ഉയരം കുറഞ്ഞതുമായിട്ട് പരിഗണിക്കും. അപ്പം ഇതിൻ്റെ താഴത്തെ പൂരിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസ് വരുന്നത് 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതുമായിട്ടുള്ള സസ്യങ്ങളാണ് ഉണ്ടാകുന്നത്. ടി ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. മാതൃസസ്യങ്ങളുടെ ഫീനോടൈപ്പും ജീനോടൈപ്പും. 1-ാം തലമുറ സസ്യത്തിൻ്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും. ഉയരം കൂടിയ മാതൃസസ്യത്തിൻ്റെ 1-ാം തലമുറ സസ്യത്തിൻ്റെയും ജീനോടൈപ്പുകൾ. 2-ാം തലമുറയിലെ സ്വഭാവങ്ങളുടെ അനുപാതം. ഇത് ഞാൻ പൂരിപ്പിച്ചത് വെച്ചിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണേ. മെൻഡലിൻ്റെ അനുമാനങ്ങൾ. മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്നും ഗ്രിഗർ മെൻഡലിൽ രൂപീകരിച്ച അനുമാനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ 1-ാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാകുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യും. 1-ാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകടഗുണം, ഡോമിനന്റ് ട്രെയ്റ്റ് എന്നും മറഞ്ഞിരിക്കുന്ന ഗുണത്തെ ഗുപ്തഗുണം എന്നും പറയുന്നു. 1-ാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ 2-ാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട്. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. 2-ാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകടഗുണമുള്ളവയുടെയും ഗുപ്തഗുണമുള്ളവയുടെയും അനുപാതം 3:1 ആണ്. അപ്പം ഇതിൽ പറയുന്നത് എന്താണ്? പ്രകടഗുണം. പ്രകട സ്വഭാവ നിയമം എന്താ? പ്രകടഗുണം ഇതിൻ്റെ അകത്ത് പറഞ്ഞു. പ്രകട സ്വഭാവ നിയമം എന്താ? ഒരു ജോഡി വിപരീത ഗുണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊരു ഗുണം മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നതാണ് ലോ ഓഫ് ഡോമിനൻസ്. വിവേചന നിയമം എന്നാ? ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ജോഡിയായി കാണപ്പെടുന്നു. ഘടകങ്ങൾ വേർതിരിയുകയും ഓരോന്നും ഓരോ ലിംഗകോശത്തിലേക്കും പോകുകയും ചെയ്യുന്നു. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഉയരക്കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തരം ഉയരമുള്ള സസ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ കാരണം എന്താ? ഒരു ജോഡി വിപരീത ഗുണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു ഗുണം മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നതിനാൽ ഉയരക്കൂടുതലിൻ്റെ അലീൽ ഉയരക്കുറവിൻ്റെ അലീലിനെ പൂർണ്ണമായും മറയ്ക്കുന്നു. അതിനാൽ ഇടത്തരം ഉയരമുള്ള സസ്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതിനെയാണ് പ്രകട സ്വഭാവ നിയമം എന്ന് പറയുന്നത്. എന്താണ്? പ്രകട സ്വഭാവ നിയമമാണ്. ഇതിന് കാരണം എന്താണ്? ഒരു ജോഡി വിപരീത ഗുണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊരു ഗുണം മാത്രം പ്രകടമാകുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യും. 2-ാമത്തെ ക്വസ്റ്റ്യൻ. 1-ാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണം 2-ാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ, കാരണമെന്ത്? F1 തലമുറയിലെ സസ്യങ്ങൾ പ്രത്യക്ഷത്തിൽ ഉയരം കൂടിയവയാണെങ്കിലും അവയിൽ ഉയരക്കുറവിൻ്റെ അലീലും മറഞ്ഞിരിക്കും. ഈ സസ്യങ്ങളെ സ്വപരാഗണം നടത്തുമ്പോൾ
ലാർജ് ടിയും സ്മോൾ ടി എന്നീ അലീലുകൾ വേർപിരിഞ്ഞ് ലിംഗകോശങ്ങൾ രൂപപ്പെടും. അപ്പോൾ ലാർജ് ടിയും സ്മോൾ ടിയും ലിംഗകോശങ്ങൾ തമ്മിൽ ക്രമരഹിതമായി സംയോജിക്കുമ്പോൾ 2 സ്മോൾ ടി എന്ന ജീനോടൈപ്പുള്ള സന്തതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇവയിൽ പ്രകടഗുണത്തെ നിയന്ത്രിക്കുന്ന അലീലില്ലാത്തതിനാൽ ഉയരക്കുറവ് എന്ന ഗുപ്തഗുണം പ്രകടനമാകുന്നു. അതാണ് വിവേചന നിയമം എന്ന് പറയുന്നത്, ലോ ഓഫ് സെഗ്രിഗേഷൻ. ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ജോഡിയായി കാണപ്പെടുന്നു. ഘടകങ്ങൾ വേർതിരിയുകയും ഓരോന്നും ലിംഗകോശത്തിലേക്കും പോവുകയും ചെയ്യുന്നതാണ് വിവേചന നിയമം. അടുത്ത ഘട്ടത്തിൽ ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണം അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി. ഇത് ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു. സസ്യത്തിന്റെ ഉയരവും വിത്തിന്റെ ആകൃതിയും പരിഗണിച്ചുകൊണ്ട് നടത്തിയ വർഗസങ്കരണ പരീക്ഷണം ചിത്രം 1.1 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുക. ഇതെന്താണ്? ഒരു സസ്യത്തിന്റെ 2 വിപരീത ഗുണങ്ങളുടെ പ്രേഷണം അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കിയത് അറിയപ്പെടുന്നതാണ് ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഈ ചിത്രം നിരീക്ഷിച്ച് ഇതിൻ്റെ താഴെയുള്ള ടേബിള് പൂർത്തീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് ഉയരം കൂടിയതും ഉരുണ്ട വിത്തും, വിത്തിനെ സൂചിപ്പിക്കുന്നത് 6ഉം ഉയരം കൂടിയതിന് Tയും. അപ്പം ചുളുങ്ങിയ വിത്തിന് സ്മോൾ ആറും ഉരുണ്ട വിത്തിന് ലാർജ് ആറുമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് വച്ചിട്ട് താഴത്തെ ഇത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പം ആ ചാർട്ട് പൂരിപ്പിച്ചിട്ടുണ്ട്. ബീജകോശങ്ങൾ, ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ സൂചകങ്ങൾ, പരിഗണിച്ച സ്വഭാവങ്ങളും അവയുടെ വിപരീത ഗുണങ്ങളും, മാതൃസസ്യങ്ങളുടെ ഫീനോടൈപ്പും ജീനോടൈപ്പും, 1ാം തലമുറയിലെ പ്രകടഗുണവും ഗുപ്തഗുണവും, 1ാം തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന ബീജകോശങ്ങളുടെ അലീലുകൾ, 2ാം തലമുറയിലെ സസ്യങ്ങളിലെ ഫീനോടൈപ്പുകൾ, ആദ്യ സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2ാം തലമുറയിൽ കാണപ്പെട്ട ഫീനോടൈപ്പുകളും അവയുടെ ജീനോടൈപ്പുകളും, 2ാം തലമുറയിലെ ഫീനോടോപ്പിക് അനുപാതം. ഈ പരീക്ഷണത്തിലൂടെ മെൻഡൽ എത്തിച്ചേർന്ന അനുമാനം ചുവടെ ചേർക്കുന്നു. ഇത് വിശകലനം ചെയ്തിരിക്കുന്ന നൽകിയിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി എഴുതും. മെൻഡലിന്റെ അനുമാനം: 2 അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രരായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. ഒരു ജീവിയുടെ ഒരു ജോഡി അലീലുകൾ മറ്റൊരു ജോഡി അലീലുകളുടെ വേർപെടലിനെ സ്വാധീനിക്കുന്നില്ല. അപ്പം മാതൃസസ്യങ്ങളിൽ കാണപ്പെടുന്ന സ്വഭാവങ്ങൾ 2ാം തലമുറയിൽ കാണപ്പെടുന്നു. എന്തുകൊണ്ട്? മെൻഡലിന്റെ ഹൈബ്രിഡ് ക്രോസിൽ മാതാപിതാക്കളിലില്ലാത്ത പുതിയ സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ കാണപ്പെടുന്നത് സ്വതന്ത്ര അപവ്യൂഹന നിയമം, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അനുസരിച്ചാണ്. മെൻഡലിന്റെ നിയമങ്ങൾ ജനിതകശാസ്ത്രത്തിന്റെ അടിത്തറയായിരുന്നു. എന്നാൽ ജീവികളിലെ സ്വഭാവഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ അതിന് കഴിഞ്ഞില്ല. ജീനുകൾ, പരിസ്ഥിതി, മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെക്കുറിച്ചുള്ള പിൽക്കാല പഠനങ്ങൾ മെൻഡലിന്റെ നിയമങ്ങളുടെ ചില പരിമിതികൾ വെളിവാക്കി. ഇത് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന ആശയത്തിന് തുടക്കമിട്ടു. സ്വതന്ത്ര അഭ്യൂഹ നിയമം
അതെന്താണ്? രണ്ടോ അതിലധികമോ ജോഡി വിപരീത ഗുണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിൽ ഓരോ ജോഡി ഗുണവും അപരജോഡിയുമായി കൂടിക്കലരാതെ തികച്ചും സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് പകർത്തപ്പെടുന്നു. ഇതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. രണ്ടോ അതിലധികമോ ജോഡി വിപരീത ഗുണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിൽ ഓരോ ജോഡി ഗുണവും അപരജോഡിയുമായി കൂടിക്കലരാതെ തികച്ചും സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് പകർത്തപ്പെടുന്നു. ചുവടെ നൽകിയിരിക്കുന്ന വിവിധ സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് മെൻഡലിന്റെ അനുമാനങ്ങളിൽ നിന്ന് ഇവ എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി കുട്ടിയുടെ സംശയത്തിന് ഉത്തരം കണ്ടെത്തൂ. നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ്. ചുവന്ന പൂവുള്ള നാലുമണിച്ചെടിയെ വെള്ളപ്പൂവുള്ള നാലുമണിച്ചെടിയുമായി വർഗസങ്കരണം നടത്തിയാൽ പിങ്കു പൂക്കളുള്ള ചെടികൾ ഉണ്ടാകുന്നു. അതിൻ്റെ കാരണം എന്താ? പ്രകടഗുണത്തിന്റെ അലീലിന് ഗുപ്തഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം പ്രകടഗുണത്തിന്റെ അലീലിന് ഗുപ്തഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തേതാണ് അതിന് കാരണം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ ആദ്യത്തേത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് മൂലമാണ്. അപ്പോൾ ചുവന്ന ചൂവുമുള്ള നാലുമണിച്ചെടിയെ വെള്ളപ്പൂവുള്ള നാലുമണിച്ചെടിയുമായി വർഗീകരണം നടത്തിയാൽ പിങ്ക് പൂക്കൾ ഉണ്ടാകുന്നതിന് കാരണം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അടുത്തതാണ് ചില കന്നുകാലികളും കുതിരകളിലും കാണപ്പെടുന്ന റോൾ കോട്ട്. അതിന് കാരണം രണ്ട് അലീലുകളും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാക്കുന്നു. അതെന്തുകൊണ്ടാണ്? കോഡോമിനൻസ്. ആദ്യത്തെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പ്രകടഗുണത്തിൽ അലീലിന് ഗുപ്തഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല. ഇത് കോഓർഡിനൻസ്. രണ്ട് അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാകുന്നു. മനുഷ്യനിലെ ABO ഗ്രൂപ്പ്. രക്തഗ്രൂപ്പ് നിർണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ രണ്ടിൽ കൂടുതൽ അലീലുകളുണ്ട്. IA, IB, IE എന്നീ മൂല അലീലുകൾ രക്തഗ്രൂപ്പ് നിർണയിപ്പിക്കുന്നു. അതിന് പറയുന്നതാണ് മൾട്ടിപ്പിൾ അലീലിസം. ത്വക്കിന്റെ നിറവ്യത്യാസത്തിന് കാരണം. ത്വക്കിന്റെ നിറത്തെ നിയന്ത്രിക്കുന്നതിൽ ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. ഇവയുടെ പ്രവർത്തന ഫലമായി മെലാനിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിറവ്യത്യാസത്തിന് കാരണമാകുന്നു. അതിന് കാരണം പോളിജെനിക്കൽ ഇൻഹെറിറ്റൻസ്. നിറവ്യത്യാസത്തിന് പിന്നിൽ ത്വക്കിന് നിറം നൽകുന്ന പ്രധാന വർണ്ണകങ്ങളാണ് മെലാനിൻ. മെലാനിന്റെ അളവും തരവും ചേർന്ന് ത്വക്കിന്റെ നിറം നിർണ്ണയിക്കുന്നു. ഒരു വ്യക്തിയുടെ പൂർവികർ ഏത് ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് നിന്നാണ് വന്നത് എന്നത് ത്വക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൂര്യപ്രകാശത്തിന്റെ തീവ്രത വ്യത്യസ്തമായതിനാൽ ഓരോ പ്രദേശത്തും ത്വക്കിന്റെ നിറത്തിന് അനുയോജ്യമായ ജനിതക മാറ്റങ്ങൾ സംഭവിച്ചു. സൂര്യപ്രകാശം, ഭക്ഷണം, വൈറ്റമിൻ D എന്നിവ പോലുള്ള പരിസ്ഥിതി ഘടകങ്ങളും ത്വക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്നു. മനുഷ്യരാശി ജനിതകപരമായി വളരെ വൈവിധ്യമാർന്നതാണ്. ത്വക്കിന്റെ നിറം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മാതാപിതാക്കളിൽ ഇല്ലാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ എങ്ങനെ ഉണ്ടാകുന്നത്? കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചല്ലോ. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന സവിശേഷതകൾ എല്ലായ്പ്പോഴും ഒന്നു തന്നെ ആയിരിക്കണമെന്നില്ല. വ്യക്തികൾ തമ്മിലുള്ള ഈ വൈവിധ്യത്തിന് കാരണമാകുന്ന പ്രധാന ജനിതക പ്രക്രിയകൾ തുടരെ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് കുട്ടിയുടെ സംശയത്തിന് ഉത്തരം കണ്ടെത്തും. വ്യതിയാനങ്ങൾക്ക് കാരണമായ ജനിതക പ്രക്രിയകൾ. ക്രോസിംഗ് ഓവർ. ലിംഗങ്ങളോടുള്ള രൂപപ്പെടലിന് കാരണമായ കോശവിഭജന രീതിയാണ് ഊനഭംഗം, മിയോസിസ്. ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായ കോശവിഭജന രീതിയാണ് ഊനഭംഗം. ഇതിന്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ എന്ന പ്രക്രിയയെക്കുറിച്ച് ചിത്രീകരണം സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് ധാരണ കൈവരിക്കൂ. അപ്പം ഇത് നോക്കിക്കേ.
അപ്പോൾ ഒന്നാമത്തെ ചിത്രം നോക്കിക്കേ. സമരൂപ ക്രോമസോമുകൾ ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന സമാനമായ ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്ന് പറയുന്നു. ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ അവിടെ കൊടുത്തേക്കുന്നുണ്ട് കയാസ്മ എന്ന് പറയുന്നു. ഈ ഭാഗത്ത് വെച്ച് ക്രോമാറ്റിഡുകൾ മുറിയുന്നു. മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. ഈ കൈമാറ്റത്തിലൂടെ അലീൽ പുനഃസംയോജനം നടക്കുന്നു. ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു. അപ്പം പ്രത്യക്ഷപ്പെടാൻ കാരണം എന്താണെന്ന് ഈ ചിത്രം നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ വ്യതിയാനം രൂപപ്പെടുന്നതിൽ ക്രോസിംഗ് ഓവറിൻ്റെ പങ്ക്. ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ക്രോമാറ്റിഡുകൾ മുറിയുന്നു. മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. ഈ കൈമാറ്റത്തിലൂടെ അലീൽ പുനഃസംയോജനം നടക്കുന്നു. ഇത് പുതിയ സ്വഭാവങ്ങൾ പ്രകടമാക്കാൻ കാരണമാകുന്നു. മ്യൂട്ടേഷൻ ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ. എന്താണ് മ്യൂട്ടേഷൻ? ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റമാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ്റെ കാരണം DNA-യുടെ ഇരട്ടക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ തുടങ്ങിയവ. അപ്പോൾ എന്താണ് DNA-യുടെ മ്യൂട്ടേഷൻ്റെ കാരണങ്ങൾ? DNA-യുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ, കെമിക്കൽസ്, വികിരണങ്ങൾ തുടങ്ങിയവ മ്യൂട്ടേഷന് കാരണമാകാം. മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റമുണ്ടാകുന്നു. ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് എത്തുന്നു. ജീവപരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ ഇതിൽ ചോദിച്ചേക്കുന്നത് മ്യൂട്ടേഷൻ എന്താണ്, മ്യൂട്ടേഷൻ്റെ കാരണങ്ങൾ എന്താണ്, മ്യൂട്ടേഷൻ്റെ പ്രാധാന്യം എന്താണ്. ഇതുകൊണ്ട് മൂന്നിൻ്റെ ആൻസർ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഇനി അടുത്തത്, വിഞ്ചലോകത്തിൽ അലീൽ ചർച്ച, ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷൻ മുതലായവ ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു എന്ന് മനസ്സിലായില്ലേ? വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് സ്ലൈഡ് പ്രസൻറ്റേഷൻ തയ്യാറാക്കൂ. ജനിതകശാസ്ത്രം, തൊഴിൽ സാധ്യതകൾ. തന്മാത്രാ ജനിതകശാസ്ത്രം, ജനസംഖ്യാ ജനിതകശാസ്ത്രം, മെഡിക്കൽ ജനിതകശാസ്ത്രം, സൊമാറ്റോജനിക് ബിഹേവിയർ ജനിതകശാസ്ത്രം, ജീനോമിക്സ് എന്നിങ്ങനെ വിവിധ ജനിതകശാസ്ത്ര ശാഖകളുണ്ട്. ജനിതകശാസ്ത്രത്തിലും ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോ ഇൻഫർമാറ്റിക്സ് തുടങ്ങിയ അനുബന്ധ മേഖലകളിലുള്ള ബിരുദ പ്രോഗ്രാമുകൾ വൈവിധ്യമാർന്ന തൊഴിൽ സാധ്യതകളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നു. ബിരുദാനന്തര തലത്തിൽ ജനിതക കൗൺസിലിംഗ്, ജീനോമിക്സ്, മെഡിക്കൽ ജെനറ്റിക്സ്, ഫോറൻസിക് സയൻസ് എന്നിവയിലെ പ്രത്യേക പഠനങ്ങൾ ആരോഗ്യ സംരക്ഷണം, ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് അവസരങ്ങൾ നൽകുന്നു. PhD പോലുള്ള ഉന്നത ബിരുദങ്ങൾ ജനിതകശാസ്ത്രത്തിൽ അത്യാധുനിക ഗവേഷണം, ഫാർമസ്യൂട്ടിക്കൽ, കൃഷി തുടങ്ങിയ വ്യവസായ മേഖലകളിലെ തൊഴിലുകൾക്കായി വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നു. അനേകം പുതിയ കണ്ടെത്തലുകൾക്കും പഠന ഗവേഷണങ്ങൾക്കും അനന്തമായ അവസരങ്ങളുള്ള ജനിതകശാസ്ത്രത്തിൻ്റെ ലോകം അത്യധികം വിശാലമാണ്. ജീവന്റെ നിഗൂഢതകളെക്കുറിച്ച് ജിജ്ഞാസയുള്ളവർക്ക് കൂടുതൽ മേഖലകളിലേക്ക് പര്യവേക്ഷണം ചെയ്യാൻ ഏറെ സാധ്യതയുള്ള ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. ജീവന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. ജീനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു തലമുറയിൽ നിന്ന് അവ അടുത്ത തലമുറയിലേക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നിവയെക്കുറിച്ച് അറിവ് നൽകാൻ ജനിതകശാസ്ത്രത്തിനായി. ഈ മേഖലയിലെ പുരോഗതികൾ ജനിതക സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വഴിവെച്ചു. ജീൻ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ സംശയത്തിൻ്റെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചില വിടവുകൾ നാം പിന്നിട്ടു. തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ കടന്നുപോകും പൂർണ്ണമായ ഉത്തരത്തിലേക്ക് എത്താനാകും. ജനിതകശാസ്ത്രത്തിലെ കണ്ടെത്തലുകൾ പരിണാമം എങ്ങനെ എന്ന് മനസ്സിലാക്കാനും വിശദീകരിക്കാനും സഹായിക്കും. വ്യത്യസ്ത ജനിതക പ്രക്രിയകളുടെ സംയോജനമാണ് ഒരു ജീവിയുടെ സവിശേഷതകളെ നിർണ്ണയിക്കുന്നത്. ഈ പ്രക്രിയകൾ ജീവന്റെ വൈവിധ്യത്തിനും പരിണാമത്തിനും അടിസ്ഥാനമാണ്. ഇത് എപ്രകാരമാണെന്ന് അടുത്ത അധ്യായത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് ജനിതകശാസ്ത്രം എന്ന
ചാപ്റ്റർ ഇതിനോടനുബന്ധിച്ച് ഒരു കുഞ്ഞു പാർട്ടും കൂടി കാണും കേട്ടോ. ഇതിനനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിടാം. അതെപ്പോഴാണ് ഇടുന്നതെന്ന് അറിയത്തില്ല, ചിലപ്പോൾ 1-2 ക്ലാസ് കൂടി കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ നോക്കിയിട്ട് ഞാനിടാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇച്ചിരി അയ്യോ, ഇതിൻ്റെ അകത്ത് ഈ വർഷം SSLC എഴുതുന്ന പിള്ളേരുടെ കാര്യമൊക്കെ ഇച്ചിരി കഷ്ടമായിരിക്കും. ഭയങ്കര ലാഗായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ശരി, താങ്ക് യു.